അപ്പോൾ ഇന്നത്തെ ഇതൊന്ന് ശൈവ സിദ്ധാന്ത ക്ലാസ്സിലൊന്ന് ആണവം കർമ്മ ആൻഡ് മായ. ആണവം കർമ്മ ആൻഡ് മായ. അപ്പോൾ ആണവം എന്ന് പറഞ്ഞാൽ ഈ വേദാന്തത്തിൽ പറയുന്ന അഹങ്കാരമല്ല. അത് ശൈവ സിദ്ധാന്തത്തിൽ എന്നു വെച്ചാൽ അഹങ്കാരം ആണവം രണ്ടിനുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ അഹങ്കാര ഈസ് ആൻ അസ്യൂംഡ് വൺ. എന്തോന്ന്? അഹങ്കാര ഈസ് ദി അസ്യൂംഡ് വൺ. ആണവം എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് ഉള്ളത്, ബൈ ബർത്ത് ഇന്നേറ്റ്, അത് വന്ന ആണവം. അതാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളിരിക്കുന്നു, ഒരുപാട് പഠിച്ച അവന് അഹങ്കാരം വരും. എന്തോന്നു? അത് ചുമ്മാ ഇരിക്കുന്നത് നല്ല പയ്യനായിരുന്നു, പഠിക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ പഠിച്ചു, നല്ല പയ്യനാണ്, കലക്ടർ പാസ്സായപ്പോൾ അടുത്ത് പോകാൻ പറ്റില്ല, ചുമ്മാ എന്ത് എന്ന് വലിയ ഇതിൽ ചോദിക്കുന്ന അഹങ്കാരം. പദവി കൊണ്ടുവന്നത്, ഒരുപാട് പഠിച്ച് ഇയാൾ യൂണിവേഴ്സിറ്റിയിൽ PhD കിട്ടി, അതുകൊണ്ട് അഹങ്കാരം. ഇതൊക്കെ ഇടയിൽ വന്നതാണ്. എന്തത്? IAS പാസ്സായത് കൊണ്ട് വന്നതാണ്. പാസ്സായില്ലെങ്കിൽ പഴയ ആൾ തന്നെ, നല്ല സ്മൂത്ത്, നല്ല ക്യാരക്ടർ. നേരത്തെ ഇയാൾ PhD കിട്ടുമ്പോൾ നോർമലായിരുന്നു, കിട്ടിയപ്പോൾ അവനക്ക് അതിൻ്റെ കൂടെ ഇപ്പോൾ ഒന്ന് അച്യുതാനന്ദന് കൊടുത്ത മാതിരി മറ്റേ എന്തോന്ന് അപ്പോൾ അതിന് അഹങ്കാരം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പിടിക്കാൻ നോക്കില്ല, ആൾറെഡി പിടിക്കാൻ നോക്കില്ല, ഇപ്പോൾ ഇതും കൂടെ കൊടുത്തപ്പോൾ പിടിക്കാൻ നോക്കില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വന്ന അഹങ്കാരം. ദാറ്റ് ഈസ് അസ്യൂംഡ്, ദാറ്റ് ഈസ് നോർമൽ. അത് വയസ്സായാൽ ചിലപ്പോൾ അതൊക്കെ ഇത് മിനിസ്റ്റർ ആയിരിക്കുന്ന അഹങ്കാരം, അവനെ MLA തോറ്റുപോയാൽ അത് ഉടനെ മാറും. ബട്ട് ആണവെന്ന് പറയുന്നത് ജനിക്കുന്നവന് കൊണ്ടുള്ള ഇതാണ്. ഇത് വന്ന് എങ്ങനെയെന്ന് വെച്ചാൽ എപ്പോൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആത്മാ എന്ന് തുടങ്ങി അന്നായിരിക്കുന്നതാണ്. അപ്പോൾ അത് ശൈവ സിദ്ധാന്തത്തിൽ പറയുന്നത് വെച്ചാൽ ചെമ്പൂർക്ക് കളിമ്പും, മനസ്സിലായ? നെല്ലിർക്ക് ഉമിയും നികൾ ചെമ്പിർ കളുമ്പും ചൊല്ലിൽ പുതിതൻ്റെ തൊന്മയെ. ചെമ്പ് എന്നും ഉണ്ടായിരുന്നു, അന്നേ കളുമ്പും ഉണ്ടായിരുന്നു. എന്തത്? ചെമ്പ് കളിമ്പ് വന്ന് അതിനുള്ള ഇമ്പുരുട്ടി. നെല്ലിരുന്ന് അരി മാത്രമല്ലല്ലോ, അരിയും ഉമിയും കൂടെ ചേർന്നിരുന്നു. ഇത് ഈ ഉമി എപ്പോഴാണ് വന്നതെന്ന് പറഞ്ഞാൽ അരിയപ്പോൾ വന്നോ അപ്പോൾ ഉമിയുണ്ട്. അപ്പോൾ ഇത് മാതിരിയാണ് ആണവം. ഈ ആണവമാണ് കർമ്മം ചെയ്യാൻ നിങ്ങൾക്ക് വിത്തായിട്ടിരിക്കുന്നത്, സീഡ് ഫോർ കർമ്മ. എന്നുവെച്ചാൽ ആണവം ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് വരുന്നത്. എന്തത്? ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്. ഒന്നിനെ കാണുന്നു, ഇങ്ങനെ ഒന്നിനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതേ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ബിക്കം റൂട്ട് ഫോർ കർമ്മ. ഒരു കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അത് ചെയ്തു, ഒരു കാര്യം വന്ന് നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇത് വന്ന് മാറ്റി അതിനെ ഇത് ചെയ്തു. അപ്പോൾ അതാണ് റൂട്ട്. അപ്പോൾ ജ്ഞാനി എന്ന് പറയുന്നവൻ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് രണ്ടേയും വിട്ടു മാറുന്ന ജ്ഞാനിയാണ് കർമ്മപ്പിടിയിൽ നിന്ന് രക്ഷപ്പെടും. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനോ ഒന്നുമില്ല, വെറുക്കാനോ ഒന്നുമില്ല. അപ്പോൾ അതിനുള്ള മനോഭാവം വരണം. അങ്ങനെ മനോഭാവം വരണമെങ്കിൽ ഈ ആണവം വരണം, കുറച്ച് ഇട്ടോണപ്പായി വരണം. അപ്പോൾ ആണവം അതുകൊണ്ട് അതിനെ 0 ആക്കണോ, അങ്ങനെ ഒന്നുമില്ല. 0 ആക്കിയാലും കുഴപ്പമാണ്. ആണവം 0 ആക്കിയാലും അതെന്ന് വെച്ചാൽ ആണവം ഇനിഷ്യേറ്റ് ആൻഡ് ഡ്രൈവ്, അതും ആണവം തന്നെ. ഇനിഷ്യേറ്റ് ആൻഡ് ഡ്രൈവായിരിക്കുന്നതും ആണവം തന്നെ. നമുക്ക് അവിടെ പോകണം, മറ്റേ ഇവരെ കാണണം, എന്തോന്ന് മറ്റേ എല്ലമാർക്ക് ക്യാപ്റ്റനായിട്ട് മാറണം. അങ്ങനെ ഇവിടെ കുംഭമേള നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാറിൽ വേലയും നടത്തിക്കൊണ്ട് വേറെ എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു. അങ്ങനെ അത് തന്നെ അറിയാം, കേട്ടാൽ ഞാൻ ടൂളാണെന്ന് പറയും. അപ്പോൾ എന്ന് വെച്ചാൽ നെസസറി ഈവിൽ, എന്തോന്ന് ഇനിഷ്യേറ്റ് ചെയ്യേണ്ട ഡ്രൈവ് നിങ്ങൾക്ക് 100%
ആണവം പോയാൽ ഏതെങ്കിലും ഗുഹയിൽ പോയിരിക്കും. എന്തോന്ന്, ഏതെങ്കിലും ഒരു ഗുഹയിൽ പോയിരിക്കും, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അപ്പോൾ അവർക്ക് അപ്പോൾ സീറോ കർമ്മ എന്ന് വന്നാൽ അതിന് ഒരു സെറ്റപ്പിൽ വന്നാലേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ഇപ്പോൾ കാലത്ത് അപ്പോൾ ഒരു ഫാമിലി ലൈഫിൽ ഇരിക്കണമെങ്കിൽ ആണോ വേണം, ഇനിഷ്യേറ്റ് ചെയ്യേണ്ട ഡ്രൈവ് വേണം. പക്ഷേ അത് ടൂ മച്ചാ പോകരുത്. എന്താണ് ടൂ മച്ചാ പോകരുത്, അതാണ്. അപ്പോൾ ആണോ വേണം, അതൊരു 5% അല്ലെങ്കിൽ 10% ഇരുന്നാൽ ഓക്കെ. എന്താണ് 110% ഇരിക്കരുത്. അപ്പോൾ ഈ ആണവം വന്ന് കർമ്മത്തിന് വരുന്നത്. അപ്പോൾ കർമ്മം എന്ന് പറയുന്നത് നാളെ കർമ്മം സെപ്പറേറ്റാന്ന് നമ്മൾ നോക്കും. അപ്പോൾ കർമ്മ മീൻസ് ആക്ഷൻ. അതൊരു സയൻറ്റിഫിക്കാണ്. എന്താണ് സയൻറ്റിഫിക്കാണ്. അത് ഹിന്ദു റിലീജിയനിൽ മാത്രമേ ഉള്ളൂ. അത് ഒരു സയൻറ്റിഫിക പ്രാരബ്ധം, ആഹാമ്യം, സഞ്ചിതം, അങ്ങനെ ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്ത് അതിൻ്റെ അക്യുമുലേഷൻ, അതിനെ വന്ന് ലിക്വിഡേറ്റ് ചെയ്യാനാണ് നിങ്ങൾ ഈ ലോകത്ത് വരുന്നു. വന്ന സ്ഥലത്ത് അറിയാതെ പുതിയ കർമ്മങ്ങളെയും കൂടെ ചേർത്ത് അത് വന്ന് അതിൻ്റെ പേര് അത് സഞ്ചിതമായി മാറും. സഞ്ചി എന്ന് പറഞ്ഞാൽ എന്തോന്ന്, കളക്ഷൻ ചെയ്യുന്ന പൈ. സഞ്ചിതം എന്ന് വെച്ചാൽ കലക്റ്റഡ് കർമ്മ. അങ്ങനെ പുതുതായിട്ട് ചെയ്ത് പഴയ കർമ്മ വെച്ചാൽ അറിയാതെ പുതിയ ഇത് ചെയ്ത് അതിന് സഞ്ചിതം. ഇങ്ങനെ അത് ഒരു ചെയിൻ മാതിരി ഒഴുകുകയാണ്. പക്ഷേ ആണവം കുറയുമ്പോൾ ജ്ഞാനം ഉണ്ടാവും. ആ ജ്ഞാനം ഉണ്ടാകുമ്പോൾ ഈ മറ്റേ ചെയിനെ ഉടയ്ക്കും, കർമ്മ ചെയിനെ ഉടയ്ക്കും. അപ്പോൾ കർമ്മ ചെയിനെ ഉടയ്ക്കുന്നതെന്ന് വെച്ചാൽ തിരുമൂലർ പറയാണ് ശിവ മെഡിറ്റേഷൻ വഴി ഉടയ്ക്കാൻ പറ്റുമെന്നുള്ളത്. തന്നൈ അറിந்திடும் தத்துவ ஞானிகள் முன்னை வினையின் முடிச்சை அவிழ்ப்பார்கள் பின்னை வினையை பிடித்து பிசைவார்கள் ചെന്നിയിൽ വൈത്ത തിരുവരുളാലെ. എന്താണ് മുന്നേ വിനയം എന്ന് പറഞ്ഞാൽ പ്രാരബ്ധം. മുന്നേ മുടിച്ച് അതിൻ്റെ ഉള്ള ഇത് നാട്ട്സൊക്കെ ഇങ്ങനെ പിരിച്ച് എറിഞ്ഞ് കളയും. അണ്ടു ദേവിൽ അണ്ടു ഡീകോഡ് പ്രാരബ്ധ. അതിൻ്റെ ശേഷം എന്ത് ചെയ്യും, ഇതിനെയും വരും. എന്തോന്ന് പിന്നെ വിനയെ പിടിത്ത്, പിന്നെ വിനയം വെച്ചാൽ സഞ്ചിതത്തെയും അവർ ഇല്ലാതാക്കി കളയും. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെന്നിയിൽ വൈത്ത തിരുവരുളാലെ, ശിവനെ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഇതൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് സംഭവിക്കുമെന്നാണ് തിരുമൂലർ പറയുന്നത്. നമ്മളിപ്പോ നമ്മുടെ ആത്മാവ് ഒരുപാട് ലൈഫ് എടുത്തിട്ട് ഇങ്ങനെ കണ്ടിന്യൂറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ, നമ്മൾ ഈ സഞ്ചിത കർമ്മം നമ്മുടെ ആത്മാവിനോടൊപ്പം സ്റ്റോർ ആയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഈ ജന്മത്തില് ഇപ്പൊ ശിവ മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ നമ്മൾ വാശിയിലൂടെ ഇത് ആ സോഫ്റ്റ്വെയറിനെ എറേസ് ചെയ്തിട്ട് വീണ്ടും പ്ലെയിൻ ആക്കുവാണോ ചെയ്യുന്നത്? അത് എറേസ് ചെയ്താൽ മതി. അതായത് ഇതെല്ലാം കാസൽ ബാഡിയിലാണ് ഡെപ്പോസിറ്റ് ആയിരിക്കുന്നത്. ഈ കാസൽ ബാഡിയിൽ ഈ ശിവയോഗികൾ പോയി അതിനെ വന്ന് കളക്ഷൻ ചെയ്യുന്ന സഞ്ചിയെ കീറിക്കളയും. എന്തോന്ന് മനസ്സിലായി. ആ കളക്ഷൻ ചെയ്യുന്ന ഇതിനെ ക്ലിയർ ചെയ്യും. അതില്ല, ആർട്ടിഫിഷ്യലായി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മൂലാധാരത്തിലുള്ള എനർജിയെ കർമ്മ സീഡ്സ് മണിപൂരത്തിൽ കൊണ്ട് എരിക്കുന്ന ഒരു ടെക്നിക്കുണ്ട് ശിവയോഗത്തിൽ. അങ്ങനെയും കർമ്മ സീറോ ചെയ്യാം. കർമ്മ അത് അങ്ങനെയും ഒരു ഇതുണ്ട്. കർമ്മ അത് സീറോ ചെയ്യണം എന്നുള്ളത് കമ്പൽസറിയാണ്. മൂലാധാരത്തെ ഹോൾ ഇത് വന്ന് ഡെപ്പോസിറ്റ് ഇരിക്കുന്നത്, കർമ്മ ഇരിക്കുന്നത് മൂലാധാരത്തെ അവ്യക്ത സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മം മാത്രമല്ല, നിങ്ങളുടെ അച്ഛൻ അനുഭവിക്കാതെ പാതി പോയിട്ടിരുന്ന ചില കർമ്മങ്ങൾ, അപ്പോൾ ഇപ്പം അങ്ങനെ 8 തലമുറ ഉള്ള കർമ്മങ്ങൾ വന്ന് സ്റ്റോറായിരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കുക എന്തിനാണ് അവരുടെ കർമ്മങ്ങൾ, അതൊക്കെ നമ്മൾ എന്തിനാണ് ചുമക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ജീനാണ് നിങ്ങളുടെ ദേഹത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത്, അവരുടെ ജീനാണ്. അപ്പോൾ ആ ജീനിൽ അത് പ്രിൻ്റായി വരികയാണ്. അപ്പോൾ അവർ അപ്പോൾ അത് നിങ്ങൾ ഈ ചില പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് റിലീഫ് കിട്ടും, നിങ്ങൾക്കും അതിൻ്റെ ഒരു റിലീഫ്
കിട്ടും. അതിനാണ് കാശിയിൽ, അലഹാബാദിൽ, ഗയയിലൊക്കെ പിണ്ടം കൊടുക്കുന്നത്. അത് ഇതൊക്കെ ഇതിൻ്റെ പർപ്പസാണ്. അത് ഒരു സയൻസാണ്. അപ്പോൾ ഈ കർമ്മങ്ങൾ വന്ന് സീറോ ചെയ്യാൻ മെഡിറ്റേഷൻ വഴി ചെയ്യാൻ പറ്റും എന്ന് തിരുമൂലർ പറയുകയാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അതിന് വന്ന് മന്ത്രങ്ങൾ നമശിവായ, இன்னொரு பாட்டு அரகர என்கிற என்ன அறியிலர் மாந்தர், அரகர என்றிட இது தேவரும் அவர், அரகர என்றிட അറും പിറപ്പും അറ്റുപോകും. അരഹര എന്നുള്ള മന്ത്രത്തെ പറഞ്ഞ അരഹര എൻ്റെ അമരരും അവർ, ഇങ്ങനെ. സോ ഈ മന്ത്രങ്ങൾ, ശിവൻ്റെ മന്ത്രങ്ങൾ ഇങ്ങനെ ബർത്ത് ക്യാൻസർ കർമ്മ സീറോ ചെയ്ത് ബർത്ത് ഈ ജന്മത്തിൽ തന്നെ അത് ക്ലിയർ ചെയ്യാനുള്ള പവറുണ്ടെന്ന് തിരുമന്ത്രത്തിൽ പറയുന്നുണ്ട്. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, അതെങ്ങനെയെന്ന് പറഞ്ഞാൽ പ്രാരബ്ധം, ആഹാമ്യം, സഞ്ചിതം. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കർമ്മം അത് നിങ്ങൾ ഇത് ചെയ്യുന്നത് അത് ഈ ആക്ഷൻ ബൈ അതിനെ ആക്ഷനെ, ഇതും ആക്ഷനല്ലേ. ഒരു സ്ഥലത്ത് പോയി 3 മണിക്കൂർ 6 മണിക്കൂർ ഇരുന്ന് ധ്യാനം ചെയ്യുന്നത് ഒരു ക്ഷേത്രത്തിൽ പോയി, ഇത് മറ്റേ ഇത് വന്ന് ക്യാൻസൽ ചെയ്യും. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ സീറോ ആക്കണം. എന്ത് ചെയ്യും? നിങ്ങൾ ഒരു അക്കൗണ്ടൻസി എഴുതുമ്പോൾ എന്തോന്ന്, പ്രോഫിറ്റ് ഇത്ര, ലാസ് ഇത്ര, ജേണൽ സ്ലിപ്പ് ഇട്ട് സീറോ ആക്കുമല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലാസ് കൊണ്ട് ജേണൽ സ്ലിപ്പ് 450 രൂപ ഓണർ കയ്യിൽ നിന്ന് വെച്ചിരുന്നാൽ അങ്ങനെ അത് സീറോ ആക്കുന്നമാതിരി ഈ ആഹാമ്യ വിനയ കൊണ്ട്, ആ ആഹാമ്യ വിനയ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് അത് വന്ന് പ്രാരബ്ധത്തെ ഇത് ചെയ്യാം, സഞ്ചിതം അക്യുമുലേറ്റ് ആകാതെ നോക്കുകയും ചെയ്യാൻ പറ്റുമെന്നാണ് തിരുമന്ത്രത്തിലുള്ളത്. അപ്പോൾ അത് വന്ന് കർമ്മം മറ്റേ റിലീജനിൽ, ബുദ്ധിസം ആൻഡ് ജൈനിസത്തിൽ അതില്ല. അവരവർ ചെയ്യുന്ന കർമ്മം അവർ അനുഭവിക്കുക ചെയ്യുന്ന ആ കർമ്മം ഓട്ടോമാറ്റിക്കായി വന്ന് ഇവരെ ശല്യപ്പെടുത്തുമെന്നാണ് അതിലിരിക്കുന്നത്. പക്ഷേ ഇവിടെ ശിവനാണ് നിങ്ങൾ ചെയ്ത കർമ്മമായിരുന്നാലും അടുത്ത ജന്മത്തിൽ അത് കരിയർ ചെയ്ത് നിങ്ങളുടെ കൂടെ ചേർത്ത് വയ്ക്കുന്നത് ശിവനാണെന്നുള്ളതാണ് തിരുമന്ത്രത്തിലുള്ളത്. ബുദ്ധിസം ജൈനിസത്തിൽ അവർ വന്ന് ഓൺലി കർമാസ്, അത് റിഡ്രസൽ എങ്ങനെ എന്നുള്ളതാണ് പറയുന്നത്. സോ ഈ കർമ്മങ്ങൾ എങ്ങനെ വരുന്നു? ആണവം മായയിൽ പെട്ടാണ് വരുന്നത്. മായയിൽ പെടുമ്പോഴാണ്, മായയാണല്ല അലുവേറിങ് പവർ, അട്രാക്റ്റീവ് പവർ. ആണവം ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി മായയിൽ മിക്സ് ആകുമ്പോഴാണ് കർമ്മങ്ങൾ ചെയ്യാം. അപ്പം മായ എന്ന് പറയുന്നത് അലുവേറിങ് പവർ, നോട്ട് ഡിസൊല്യൂഷൻ. മറ്റേ ഇതല്ല, എന്തോന്ന്, ഇല്യൂഷനല്ല. പ്ലസേഴ്സ് ദാറ്റ് അട്രാക്റ്റ് യുവർ 5 സെൻസസ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടെങ്കിൽ അതിൽ 10% ചേർത്ത് വെച്ചിട്ട് 10% 20% ചേർത്ത് വെച്ചിട്ട് അങ്ങനെ സ്വിറ്റ്സർലാൻഡ് പോയി ചുറ്റിയിട്ട് വരാം. എന്തോന്ന്, ചുറ്റിയിട്ട് വരാം. നീ അടുത്തവൻ്റെ പൈസ മോഷണം ചെയ്തിട്ട് പോളിറ്റിക്സിൽ പോയി ഒരു ജനങ്ങളുടെ ഒരു 5000 കോടിയെ മോഷണം ചെയ്തിട്ട് 500 കോടി സ്വിറ്റ്സർലാൻഡിൽ കൊണ്ട് ചിലവാക്കുന്നത്, അത് ഒന്നാണ് അത് ഇല്യൂഷൻ. എന്തോന്ന്, ഇല്യൂഷൻ. അതാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു യോഗി ചുമ്മാ യോഗ പ്രാണായാമം ചെയ്താൽ പോരാ, ഫർദർ കർമ്മ ഒന്ന് അക്യുമുലേറ്റ് ആകാതെ നോക്കണം. എന്തോന്ന്, ഫർദർ കർമ്മ അക്യുമുലേറ്റ് ആകാതെ നോക്കണം. പുതുതായിട്ട് ഫ്രഷായിട്ട് ആവശ്യമില്ലാത്ത കർമ്മങ്ങളൊന്നും ചെയ്യരുത്. എന്തോന്ന്. അപ്പോൾ ഇതൊക്കെയാണ് കെയർഫുള്ളായിരിക്കണം. അതിൽ പല സിദ്ധന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിന് ഇത് വേണമെങ്കിൽ ഇക്കോണോമിറ്റി ഓഫ് മൈൻഡ് വന്ന് ഒരു നിഷ്കളങ്കമായിരിക്കണം. അതും വേണം. അപ്പോൾ വെറും പ്രാണായാമം ചെയ്ത് പതഞ്ജലി ബാബ രാംദേവ് പറഞ്ഞ ആസനം ചെയ്തു, രവിശങ്കർ പറഞ്ഞ പ്രാണായാമം ചെയ്ത്, ഇങ്ങേര് ജക്കി വാസുദേവ് തന്ന ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു. ഇങ്ങനെ ഫാസ്റ്റ് ഫുഡാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം മറ്റേ നോർത്ത് ഇന്ത്യൻ പാനിപൂരിയും ഉണ്ടാവും, ഒരു ഇഡ്ഡലി തുണ്ട്, ഒരു ദോശയുടെ തുണ്ട് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചെയ്താലും ഫൈനൽ റിസൾട്ട് കുണ്ടലിനി റൈസ് ആവണം എന്നുള്ളത് മാതിരി കർമ്മ സീറോ ആകണം. കുണ്ടലിനി റൈസ് ആയാലും കർമ്മ വന്ന് എറാഡിക്കേറ്റ് ചെയ്താൽ തന്നെ ആകാൻ പറ്റുമെന്നുള്ളതാണ് ശിവയോഗയുടെ കൺസെപ്റ്റ്.